Good morning, sir. എനിക്കൊരു ചോപ്പ് വേണം. ആരെടുത്തോണ്ട് സാധാരണ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ആരെടുത്തോണ്ട് വരാം? ആരെങ്കിലും എന്തിനാണ് അമർനാഥന്റെ ഗുണമെന്ന് പറയാം? എന്തിനാ അമർനാഥനെ വീട്ടിൽ ആക്കി ചോപ്പെടുത്തു തരാൻ പറ്റുമോ? പിന്നെ ക്ലാസ് നോക്കാൻ നോക്കാന്ന് വെച്ചാൽ അച്ചടക്കം. എങ്ങനെ അമർനാഥനെ തെരഞ്ഞെടുത്തത് നിങ്ങൾ വീട്ടിലായിട്ട്? ഇലക്ഷൻ പറയുന്നത് ടീച്ചറെല്ലാം വന്ന് വോട്ടെല്ലാം ചെയ്തിട്ട് ആ നമ്മൾ അതിനെ തെരഞ്ഞെടുക്കും. അപ്പോൾ ക്ലാസ്സിലെ ലീഡറായിട്ട് അമർനാഥിനെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത അവനെ കണ്ടിട്ടാണോ? അവൻ മുഴുക്കനായിട്ടാണോ? ചുമ്മാ അത് തെരഞ്ഞെടുക്കുക? എന്ത് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കുക? കൂട്ടുകാരനാണോ? എന്തെങ്കിലും പണി ഏൽപ്പിച്ച് അവൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നി കാണും. അതുകൊണ്ടാണ് ലീഡറായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഒരു സ്ഥലമാണ് ഒരു ബട്ടർഫ്ലൈ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കൊക്കൂൺ കണ്ടിട്ടില്ലേ? ബട്ടർഫ്ലൈ ഇറങ്ങി വരുന്ന ഒരു സാധനത്തിൽ അപ്പൊ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ അടിയിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ നോക്കുക, ശ്രമിച്ചോണ്ടിരിക്കും. മുട്ടയെല്ലാം കിട്ടി വരുന്നില്ല, അതുപോലെ അപ്പൊ മനുഷ്യൻ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ മനുഷ്യൻ വിചാരിക്കുന്നത് ആ പൂമ്പാറ്റ അതിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ടാണ് മനുഷ്യൻ തോന്നുന്നത്. എല്ലാവരുടെ ബുദ്ധിമുട്ടുമാണ്, അതിന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, കഷ്ടപ്പെടുക. കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് അയാൾ പോകുന്നു. കുറെ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇതിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ്, അതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അത് പോയിട്ട് പൊളിച്ച് അതിന്റെ പുറത്ത് എടുത്തപ്പോ എന്തോ കാണുമ്പോ എന്തുവാ, ആ പൂമ്പാറ്റയുടെ ചിറക് ദേഹത്ത് ഒട്ടിത്തന്നെ. അത് സഹായം ചെയ്യാൻ പോയിട്ട് എടുത്തപ്പോ ചിറക് ദേഹത്ത് ഒട്ടിത്തന്നെ ഇരിക്കുക. അപ്പൊ അയാൾ ചിന്തിച്ചപ്പോ അയാൾ ഒരു കാര്യം മനസ്സിലായി. ആ പൂമ്പാറ്റ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഈ അതിന്റെ ദേഹത്ത് ഉണ്ടായിരുന്ന ആ പശയിൽ നിന്ന് ആ ചിറകിനെ വീട്ടിച്ചെടുത്തിട്ട് ആ കഷ്ടപ്പാടിലൂടെ അതിന് പുറത്തു വരുമ്പോഴാണ് അതിന് പറക്കാനുള്ള കഴിവുണ്ട്. അതേസമയം അത് കണ്ടിട്ട് ഈ മനുഷ്യൻ തിരിച്ചടിച്ച് അതിനെ സഹായിച്ചുകൊണ്ടൊക്കെ പറ്റി അതിന്റെ ചിറക് ഇപ്പോഴും ദേഹത്തെ അതിനകത്ത് എന്തോ ആ രീതിയിൽ നിന്ന് എന്തോ മനസ്സിലാക്കി. ഒരാൾ കഷ്ടപ്പെടുവാണെങ്കിൽ ആ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു വലിയ ഗുണം അതിനുണ്ടാകാൻ പോകുന്നുണ്ട് എന്നാണ് ഈ കണക്ക്, അല്ലേ? വേറെ ഒരു പ്ലെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം കുറച്ച് ദൂരം പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ട്രെയിനിൽ ഒരു അനക്കം, ആൾക്കാരെല്ലാം പേടിച്ചു. അപ്പൊ പൈലറ്റ് എന്തോ പറഞ്ഞു, നിങ്ങളെല്ലാം ഇരിക്കും, സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കാൻ, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയിക്കണമല്ലോ. കാര്യം എന്താണ്? ആൾക്കാർ പെട്ടെന്ന് പരിഭ്രാന്തരായി. കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കിന് ഇതിന്റെ ഈ ഇളക്കവും എന്നുവെച്ചാൽ ട്രെയിൻ പറയാൻ പോകുന്നു എന്നൊരു തോന്നൽ ആൾക്കാരിൽ എത്തുന്ന രീതിയിലേക്ക് വല്ലാത്ത പ്രശ്നം. ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിക്കുന്നു, കുറെ പേര് പ്രാർത്ഥിക്കുന്നു, അങ്ങനെല്ലാം ചെയ്യും. എല്ലാം ഇത്രയും പ്രശ്നത്തിലും പൈലറ്റ് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇതുപോലെ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കണ്ട എന്നെല്ലാം. പക്ഷെ ഇതിന്റെ ഈ ഇളക്കമെല്ലാം പറഞ്ഞിട്ട് മനുഷ്യന് വല്ലാണ്ട് പേടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ മാത്രം, ഒരു ചെറുപ്പക്കാരൻ മാത്രം ഒരു പേടിയില്ലാതെ കൂളായിരിക്കും. കുറച്ചേരം ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ വിമാനത്തിന്റെ പ്രശ്നം മാറി അത് സ്റ്റേബിളായി പഴയത് നോർമൽ അവസ്ഥയിലേക്ക് വന്നു. പൈലറ്റ് പറഞ്ഞു നിങ്ങളെല്ലാം എഴുതി നടന്നു, കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ വേറെ മനുഷ്യൻ ഇത് ഈ ഒരാള് ഒരു പേടിയില്ലാതിരുന്നത് കണ്ട് ഒരു മനുഷ്യൻ ആരുടെ എന്ന് ചോദിച്ചു, എന്താണ് താങ്കൾ പേടിക്കാൻ? അപ്പൊ അയാൾ പറഞ്ഞു, ഈ
വിമാനത്തിന്റെ പൈലറ്റ് എന്റെ ചേട്ടൻ. അപ്പൊ അയാൾക്ക് ആ ചേട്ടനുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ കാണുന്നത്. ആ വിശ്വാസത്തില് അയാൾക്കറിയാം ആ ചേട്ടൻ എന്ത് കഴിവുണ്ട്, എന്ത് ചെയ്യാൻ കേപ്പബിൾ ആണ് ആ ചേട്ടൻ, ആ പൈലറ്റ് എന്ന് അയാൾക്കറിയാനും ആ വിശ്വാസത്തിലാണ് അയാൾ പോയിട്ടായിരുന്നതാണ്. ഈ ഒരു വീഡിയോ What makes you, you, your shine, that's within. It's in that one deep breath you take before giving it your all. Your shine makes you who you are. So let your shine through. You are gold. That's it. Good. You're doing great. Ten, go, ten, go. Watch my eyes. Don't look away. And here's the line again. Thank you, Mr. Sawyer. Good job, everybody. Oh my, that's quite good, Mr. Sawyer. Can we tell the Queen? You need to involve the Queen in this. She's got enough on her plate already. Trading her daughter. Oh yes, Princess Anne, the poor dear. കണ്ടോ? എന്തായാലും മനസ്സിലായി. കുടുംബമല്ലായിരുന്നോ സഞ്ചരിക്കുന്നത്? ഒരു വലിയാട്ടാവും. എന്തുകൊണ്ടാണെന്നറിയാം? സിമ്പിളായിട്ട് പറഞ്ഞുതരുവാണ്. അതൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു കെമിക്കൽ ഉണ്ടാക്കുന്നു. മുന്നിൽ പോകുന്ന കുടുംബങ്ങൾ പുറകെ വരുന്നവർക്ക് വഴി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അവരിങ്ങനെ വരെ വഴി പോകും. ആ വീഡിയോ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥയും ഈ വീഡിയോ എല്ലാം വെച്ചിട്ട് എന്തിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഒരു സ്വഭാവത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഒരു ക്യാരക്ടറിനെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തുടക്കത്തിൽ ആരെ കുറിച്ചാണ് സംസാരിച്ചു ക്ലാസ്സിൽ? നേതൃത്വം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഞാൻ കുറച്ച് കഥ പറഞ്ഞു. കഥ ശരിക്കും കഥയിൽ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ കഥയിലെ ഉദ്ദേശവും
ഇപ്പൊ കണ്ട വീഡിയോയിലെ കാര്യങ്ങളും എല്ലാം കൂടെ ബന്ധിപ്പിച്ച് ഒരു ലീഡർ എന്തെല്ലാം ഗുണങ്ങൾ, നല്ല ഗുണങ്ങളാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങളുടെ മുമ്പത്തെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ലീഡറിന് വേണ്ട ഗുണങ്ങൾ അത് നിങ്ങൾ എഴുതുക. പോയിട്ടായിട്ട് എഴുതുക. മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോലെ എല്ലാവരും എഴുതിയില്ലേ? നമുക്ക് ഓരോരുത്തരായിട്ട് എന്താണ് എഴുതിയത് നമുക്ക് നോക്കാം. ആദിത്യം ആദ്യം എഴുതിയത് എഴുതേ അച്ചടക്കം ശരിയാണോ? ഒരു ലീഡറിന് അച്ചടക്കം വേണ്ടേ? വേണോ? അത് ശരിയല്ലേ? ഇനി ആരാ? ആദ്യം തന്റെ കൂട്ടത്തെ സംരക്ഷിക്കാനും അവരെ നല്ലവരെ സംരക്ഷിക്കാനും കണ്ടല്ലേ? ഒരു ലീഡർ അത് കാണിക്കേണ്ട കാര്യം തന്നെയല്ലേ പറഞ്ഞു? ആണോ? അശ്വിൻ ഭായി കൃത്യനിഷ്ഠ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. ലീഡറിനാണേലും
ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ജീൻസ്. ധൈര്യം ധൈര്യം ലീഡറിന് വേണമെന്ന് പറയും. എങ്ങനെയായിരിക്കും ധൈര്യം ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നിൽ നിൽക്കാനുള്ള ധൈര്യമാണ്. അപ്പൊ ധൈര്യം, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ് ഇവിടെ നിങ്ങൾ തരും. എന്തുവാ സഹകരണം പറയുമ്പോ സഹായിക്കണം വേണോ? എന്തായാലും തന്നിഷ്ടം ചെയ്താൽ മതിയോ? അമർനാഥിന് തോന്നിയ കാര്യം മാത്രം ഈ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമല്ലോ. ഉടനെ നിങ്ങൾ പറഞ്ഞത് തന്നെ എഴുതുവാണ്. ഇതെന്തോ വായിച്ചു എന്താ ചെയ്യുന്നത്? അല്ല, ആശയവിനിമയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്ന രീതി അതാണ്. ഞാൻ പറയാം, എടാ നിന്നോട് ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് എഴുതിക്കോണം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അശ്വിൻ എന്നോട് എന്തോ വരും? ദേഷ്യം വരും. അശ്വിനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് എഴുതണം കൃത്യമായിട്ട്. എന്തെങ്കിലും ചോദിക്കണം. ഇങ്ങനെ ഞാൻ ചോദിച്ചു. രണ്ട് രീതിയിലാണ് ഞാൻ പെരുമാറിയത്. അപ്പൊ അവരെ ഏത് രീതിയായിരിക്കും അവന് നല്ലതായിട്ട് തോന്നുന്നത്? ഒരു ലീഡറിന് എന്താ വേണം? നല്ല ആശയവിനിമയം. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ആശയവിനിമയം എന്ന് പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു, എങ്ങനെ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നു എല്ലാം പറയാം. എന്തുവാ എന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് ചാടിക്കയറി ദേഷ്യപ്പെടുകയാണോ ചെയ്യേണ്ടത്? അത് എന്തോ മനസ്സിലാക്കിയിട്ടാണോ പെരുമാറുന്നത്? മനസ്സിലാക്കിയിട്ട് പെരുമാറണം. നമ്മള് പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും, ദേഷ്യം വരുമ്പോ നമ്മൾ എടുത്തിയാടിയ തീരുമാനം എടുക്കല്ല. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഒരു ലീഡറിന് അങ്ങനെ എടുത്തിയാടിയ തീരുമാനം എടുക്കുന്ന ആളാണ് പാടി. ഇതെല്ലാം നിങ്ങൾ എഴുതിയ കൂട്ടത്തില് കുറച്ചധികം പോയിന്റുകൾ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു കേട്ടു എല്ലാം. ഇനി എന്തോ ചെയ്യുന്നത്? നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു സ്കിറ്റ് പോലെ കാണിച്ചു തരണം. ഇപ്പൊ കാണിക്കണം. നിങ്ങൾ ആലോചിച്ച് തന്നെ കാണിച്ചു തരണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവിടെ കാണും. ഇപ്പൊ നമ്മൾ ആ ചെറിയൊരു വീഡിയോയില്ലാതെ കണ്ടില്ലായിരുന്നു, ഉറുമ്പ് ചെയ്ത് എന്തായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് പോവാൻ പറ്റാതെ നിന്നപ്പോഴത്തേക്കും അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ എൻ്റെ ഐഡിയ ഉണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ഇല്ലെങ്കിൽ എൻ്റെ ഐഡിയ തന്നെ നമുക്കിവിടെ ചെയ്യും. ഒന്ന് ആലോചിക്കും. നിങ്ങളും കൂടെ അങ്ങോട്ട് അമൃത നീങ്ങിയിടണം. ആലോചിക്കും. തമ്മിൽ സംസാരിച്ച് ആലോചിക്കും. വെറുതെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ആ ലീഡർ വന്നിട്ട് ഒരു ഐഡിയ പറയുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. ഇവിടുന്ന് ഒരാളെടുത്ത് പുസ്തകം കൊടുത്ത് ഇങ്ങോട്ട് കൈമാറി
കൈമാറി അവിടെ എല്ലാവരും ഓരോരുത്തരായിട്ട് അവിടെ നടക്കണം എന്ന് ലീഡർ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കാണിക്കുക. അതിനകത്ത് മനസ്സിലാകാം ഒരു ടീം വർക്ക് ഉണ്ടാക്കുന്നു. അത് അതാണ് സംഭവം മനസ്സിലാവും. അപ്പോൾ അത് ചെയ്താലും അപ്പോൾ ആരാ ലീഡറായിട്ട് ലീഡർ ജിൻസ് തന്നെ ആയിക്കോട്ടെ. ലീഡർ ജിൻസ് വന്നിട്ട് അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞ് നമുക്ക് ഈ അഭിനയത്തിൽ അത് കാണാം. ഇന്ന പോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവരെ നിർത്തിയിട്ട് നീ ചെയ്യിപ്പിക്കും പ്രോത്സാഹിപ്പിക്കുക എല്ലാം ചെയ്യും. അപ്പം നമ്മുടെ ജോലി എളുപ്പമായി ചെയ്തേക്കാം. കുറച്ച് പുസ്തകം എടുത്താൽ മതി. ആദ്യം എന്തോ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ഓരോരുത്തർ ഓരോ ബുദ്ധിമുട്ട് തുടങ്ങാം. ലീഡർ നമ്മൾ മാറുന്നു. ഇവരിത് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഐഡിയ തോന്നിയിട്ട് അവരൊരു ടീം വർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ലീഡറിന്റെ. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? അപ്പൊ എന്തുവാ തുടങ്ങിയേക്കാം. തുടങ്ങി ഓരോരുത്തരായിട്ട് ഓരോ പുസ്തകം എഴുതി കൊടുക്കുന്നുണ്ട്. ലീഡർ വിളിച്ചു നിർത്ത എല്ലാരെയും എല്ലാവർക്കും നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യാം. ഒരാളോട് മറ്റൊരാളോട് ഓരോ ബുക്കും അങ്ങോട്ട് പാസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം എളുപ്പം കിട്ടും. അങ്ങോട്ട് വർക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ പണി എളുപ്പം തന്നെ. ഓക്കെ, ഇനി എല്ലാവരും കയറി ഇരുന്നു. ഒരു ചെറിയ ഒരു ഒറ്റ മിനിറ്റിലെ ഒരു കാര്യം കൊണ്ട് വലിയൊരു ആശയമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആ ടീം വർക്ക്. ഒരു ലീഡർ ഒരു ടീമിനെ കൊണ്ട് ഒരു വർക്ക് ടീം വർക്കായിട്ട് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കിന് ഒരു ജോലി എളുപ്പമായി, കൂടുതൽ പ്രൊഡക്റ്റീവായി. അപ്പൊ അതുപോലെ ഒരുപാട് നമ്മളിപ്പോ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഒരു ലീഡറിനെ നമ്മളിത് കാണിക്കേണ്ട സ്വഭാവം എന്ന് പറയുന്നത്. ഇനി എന്റേതായ ഒരു ഐഡിയ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഒരു ലീഡറിന് സെർവന്റ് ലീഡർഷിപ്പ് ആയിരിക്കണം കാണിക്കാൻ. സെർവന്റ് എന്ന് പറഞ്ഞാൽ ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരൻ. ആ ലീഡറിനെ ഞാൻ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് ഞാൻ പറയാനുള്ള ഉദ്ദേശം. അതുകൊണ്ട് എന്തോ മനസ്സിലായി. ഇപ്പം അമർനാഥിനെ ഈ ക്ലാസ്സിലെ ലീഡറാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഈ ഡെസ്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് ഒരു ജോലി ടീച്ചർ പറഞ്ഞു അമർനാഥ് ക്ലാസ്സിൽ കൊണ്ട് ചെയ്യണം. അമർനാഥ് ഇവിടെ വന്നിട്ട് പറയുക എല്ലാവരും എഴുന്നേറ്റ് ആ ഡെസ്ക് എല്ലാം അവിടെ പിടിച്ചിട്ട് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമർനാഥ് അവിടെ നിൽക്കും. കാരണം അമർനാഥ് ഇവിടുത്തെ ലീഡറാണ്. അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തോ മനസ്സിൽ അവൻ എന്തോ വലിയ ആളാണെന്ന് തോന്നുന്നു. അതേസമയം അമർനാഥ് വന്നിട്ട് ടീച്ചർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ഡെസ്ക് പിടിച്ചിടാമെന്ന് പറഞ്ഞിട്ട് അമർനാഥ് ആദ്യം കൊണ്ട് ഡെസ്ക് പിടിച്ചിട്ട് ഒരാളോടെ പിടിച്ചു. അമർനാഥ് ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ മുന്നിൽ നിന്നു, ആജ്ഞാപിക്കുന്നതിന് വരെ ചെയ്യാൻ മുന്നിൽ നിന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സെർവന്റ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ സെർവന്റ് ലീഡർഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആദ്യം നമ്മൾ ചെയ്യണം, എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ ചെയ്യണം. അപ്പൊ സ്വയം വെച്ച് ആ ഒരു നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ ലീഡർഷിപ്പ് എന്താണെന്ന് ഒരു ചെറിയ ഐഡിയ കിട്ടി കാണിക്കുന്നു. താങ്ക് യു.